/5. എടാ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് റൈറ്റിംഗ്. എടാ പാരഗ്രാഫ് റൈറ്റിംഗ് എന്നുള്ളത് മിസ് അതിന്റെ ഫോമാറ്റ് പറയുന്നേ ഉള്ളൂ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ഹൗ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. നമ്മുടെ ദ ഗിവിംഗ് ട്രീ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതല്ലേ? ആ ഒരു മരം ആ ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുകയാണ് അല്ലെ. സോ എന്തുകൊണ്ടാണ് ദ ഗിവിംഗ് ട്രീ എന്നുള്ള ടൈറ്റിൽ ആ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആവുന്നത്? അതൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ഒരു 3-4 സെന്റൻസ് അതിനെപ്പറ്റി എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്? ഒരൊറ്റ മെയിൻ ഐഡിയ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ടൈറ്റിൽ സ്യൂട്ടബിൾ ആണോ എന്നുള്ളതാണ് അല്ലെ. സോ അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ടൈറ്റിൽ സ്യൂട്ടബിൾ ആവുന്നത് ഈ കാര്യം പറഞ്ഞാൽ മതി. അല്ലാതെ എക്സ്ട്രാ ആ ചാപ്റ്ററിലെ സമ്മറി, ആ ചാപ്റ്ററിൽ മരം എങ്ങനെയാണ് പിന്നെ എങ്ങനെ ആ കഥ മൊത്തം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പാരഗ്രാഫ് ആയിട്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാറില്ലേ, സെയിം കാര്യം തന്നെയാണ്. സോ നോക്കിക്കേ, എന്നിട്ട് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നത് ആ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ടൈറ്റിൽ ആപ്റ്റ് ആണോ അല്ലെങ്കിൽ സൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾസും റീസണും കൊടുക്കാം. എന്തുകൊണ്ടാണ് സ്യൂട്ടബിൾ ആവാൻ കാരണം, എന്തൊക്കെയാണ് അതിലെ ചാപ്റ്ററിൽ നിന്നുള്ള എക്സാമ്പിൾസ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ട് എന്ന് വെച്ചാൽ സ്യൂട്ടബിൾ ആണോ അല്ലേ, ഇനി നിങ്ങൾക്ക് അല്ല എന്നാണ് തോന്നുന്നെങ്കിൽ അല്ല എന്ന് എഴുതാം. പക്ഷെ അതിന്റെ റീസൺസും എക്സാമ്പിൾസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. റെഡി ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുക. ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒറ്റ പാരഗ്രാഫ് ആയിട്ട് എഴുതണം, അല്ലാതെ 2-3 പാരഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യരുത്, എഴുതരുത് കേട്ടോ. ഒരു അര പേജ് ഒക്കെ എഴുതിയാൽ മതി മാക്സിമം. ഓക്കെ, ഇതിപ്പോ ഒരു പേജ് ആണെങ്കിൽ ഒരു 3-4-5 സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ തന്നെ എന്ത് കിട്ടും, എന്റെ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ആ ഒരു ഗിവിംഗ് ട്രീ എന്നുള്ളത് എന്തുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ ഇത്ര സ്യൂട്ടബിൾ ആയത് എന്നുള്ള ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ആൻസർ നമുക്ക് നോക്കിയാലോ. The title, The Giving Tree is suitable for the story. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഗിവിംഗ് ട്രീ എന്നുള്ള ടൈറ്റിൽ ഈ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആണ്. ബിക്കോസ് ദ ട്രീ ഗിവ്സ് എവറിത്തിങ് ഷീ ഹാസ് ടു ദ ബോയ്. കാരണം എന്താ, ആ ഒരു ട്രീന്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബോയ്ക്ക് ഗിവ് ചെയ്യുന്നുണ്ട് അല്ലെ, കൊടുക്കുന്നുണ്ട്. ഷീ ഗിവ്സ് ഹിം ഹർ ലീവ്സ്, ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ്. ലീവ്സും ഇലകളും ഫ്രൂട്ട്സുകളും ബ്രാഞ്ചസുകളും ഒക്കെ കൊടുക്കുന്നു. ആൻഡ് ഈവൻ ഹെർ ട്രങ്ക് ടു മേക്ക് ഹിം ഹാപ്പി. ട്രങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഒരു മരത്തിന്റെ ബോഡി പാർട്ടിനെയാണ് അല്ലെ, ആ ഒരു തടിപ്പാകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ട്രങ്ക് എന്ന് പറയാ. ഇപ്പൊ ഇതൊരു മരമാണെങ്കിൽ ഈ മരത്തിന്റെ ഈ തടി പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രങ്ക് എന്ന് പറയാ. ട്രങ്ക് ടു മേക്ക് ഹിം ഹാപ്പി. അവ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, ലീവ്സും ഫ്രൂട്ട്സും അതിന്റെ ബ്രാഞ്ചസും ട്രങ്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. ആൻഡ് ദ ട്രീ കീപ്സ് ഗിവിംഗ് വിത്തൗട്ട് ആസ്കിങ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. പിന്നെ അത് മാത്രമല്ല, ഗിവിംഗ് ട്രീ എന്ന് പേര് വരാൻ കാരണം എന്തുകൊണ്ട് കൂടിയാണ്, ഗിവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. തിരിച്ചെന്തെങ്കിലും നമ്മുടെ ട്രീ ചോദിക്കുന്നുണ്ടോ, ഇല്ല. തിരിച്ചൊന്നും തന്നെ നമ്മുടെ ട്രീ എന്ത് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. വിത്തൗട്ട് ആസ്കിങ് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ, ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ട്രീ തിരിച്ചു ചോദിക്കുന്നില്ല. ഷോയിങ് ഹൗ മച്ച് ഷീ കെയർസ് ഫോർ ദ ബോയ് ആൻഡ് ഈവൻ വെൻ ഹി നോ ലോങ്ങർ പ്ലേസ് വിത്ത് ഹർ. അപ്പൊ ആ ഒരു ബോയ് ഒരു മാൻ ആയിട്ട് മാറുന്നത് വരെ പിന്നെ ബോയ് ആവുന്ന സമയത്ത് മാത്രമായിരുന്നു അവളെ കൂടെ പ്ലേ ചെയ്യുകയും അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു വരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് കൂടി നമ്മുടെ ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് ഭയങ്കര കരുതലോട് കൂടെ തന്നെ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ വെൻ ഹി നോ ലോങ്ങർ പ്ലേസ് വിത്ത് ഹർ. ആൻഡ് ദ ടൈറ്റിൽ റിഫ്ലെക്ട്സ് ഹൗ ദ ട്രീ ഈസ് ഓൾവേസ് ഗിവിംഗ് ജസ്റ്റ് ലൈക്ക് ദ ടൈറ്റിൽ സജസ്റ്റ്. ഓക്കെ, സോ എപ്പോഴും മരം എന്താണ്, ഓൾവേസ് ഗിവിംഗ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ. സോ അതുകൊണ്ട് തന്നെ ദ ഗിവിംഗ് ട്രീ എന്നുള്ള ടൈറ്റിൽ ഈസ് വെരി സ്യൂട്ടബിൾ ഫോർ ദിസ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യാം കേട്ടോ. ഇത്രയും എഴുതിയാൽ മതി, ഒരൊറ്റ കുഞ്ഞ് പാരഗ്രാഫ്. 1 2 3 4 5 6 ഒരു 5-6 സെന്റൻസ് എന്ത് ചെയ്താൽ മതി, എന്റെ മക്കള് എഴുതിയാൽ മതി കേട്ടോ. സോ ഈ ഒരു വീഡിയോ വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഗിവിംഗ് ട്രീയിലെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സോ അങ്ങനെയാണെങ്കിൽ
എല്ലാവരും കുറച്ച് താഴെ യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്യാം. മിസ്സിന്റെ ഫേവറേറ്റ് ഹാർട്സ് ആണ്. ഇനി ഇതിന്റെ നോട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടുന്നതാണ്. സോ എല്ലാവരും റെഡി ആണെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ എത്തിക്കുക അല്ലേ. എല്ലാവരും പഠിക്കട്ടെ. പിന്നെ എജു ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഡെയിലി ലൈവുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യനും റിവിഷനും ഒക്കെ ആയിട്ട്. സോ ലൈവുകളിലും നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. And all the best for your exams. Love you all. Bye.